2016 അധികാരത്തിലേറി ഇടതുപക്ഷ സർക്കാർ കേരളത്തെ തിരുത്തിക്കുറിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പശ്ചാത്തല സൗകര്യത്തിലടക്കം കോടികളുടെ വികസനമാണ് കേരളത്തിൽ നടന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ ജില്ലയിലെ LDFന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തൃശൂർ നഗരത്തെ ആവേശം കൊള്ളിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണിയുടെ ജില്ലയിലെ പ്രചരണ റാലിയും പൊതുയോഗവും നടന്നത്. കോർപ്പറേഷനിലെ 56 ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ ഡിവിഷനുകളിൽ നിന്നുള്ള പ്രചരണ റാലികൾ ഇടതിന്റെ ജില്ലയിലെ കരുത്ത് പ്രകടമാക്കി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ കോർപ്പറേഷൻ ഭരണം ഉൾപ്പെടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അധികാരം പിടിക്കാനാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. ശക്തൻ നഗറിൽ നടന്ന പൊതുയോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 2016 മുതൽ 21 വരെ 2021 ജനങ്ങൾ തുടർഭരണം LDFന് സമ്മാനിച്ചതിലൂടെ ഇപ്പോഴേക്ക് 10 വർഷം LDF കേരളത്തിൽ അധികാരത്തിലിരിക്കുകയാണ്. ഈ 10 വർഷ കാലയളവിൽ കേരളത്തിലുണ്ടായ മാറ്റം ഏത് രീതിയിലുള്ളതാണ് എന്ന് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യുവാക്കളെ ഉൾപ്പെടെ കരുത്തുറ്റ സ്ഥാനാർത്ഥികളെയാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നത്. ഇടതുപക്ഷ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന് കീഴിൽ വൻ വികസനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഈ വികസന മാതൃകയുടെ ബലത്തിലാണ് ഇടതുപക്ഷത്തിന്റെ ജില്ലയിലെ പ്രചരണം നടക്കുന്നത്. പൊതുയോഗത്തിൽ മന്ത്രിമാരായ R ബിന്ദു, K രാജൻ, CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തൃശൂർ.